2019 ഈ മുനമ്പം ഭൂമി രജിസ്റ്റർ ചെയ്തത് ആരുടെ കാലത്താണ് എന്ന ചോദ്യം മറന്നുകൊണ്ട് ഇതൊരു സാങ്കേതികമായ കാര്യം മാത്രമല്ല ഈ ഉമീദ് കേൾക്കൂ, ഉമീദ് അതെ, അത് സ്റ്റേ ചെയ്ത് എങ്ങനെയാ? സർക്കാർ ആരുടെ കൂടെ ആയിരുന്നു? സർക്കാർ ആരുടെ കൂടെ അപ്പീൽ പോയത്? സർക്കാർ ആ വിഷയത്തിൽ എങ്ങനെയാ മുനമ്പം ആൾക്കാരോടൊപ്പം അല്ലേ കക്ഷി പോയത്? അതിന്റെ ഭാഗമായിട്ടല്ലേ സ്റ്റേ വന്നത്? സ്റ്റേ വന്നതിന് തൊട്ടടുത്ത ദിവസം ടാക്സ് എടുക്കാൻ തീരുമാനിച്ചില്ലേ? അവിടുത്തെ ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഭാഗികമായി പരിഹരിച്ചില്ലേ? അവിടെയല്ലേ നമ്മളിത് കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നതിന് കാര്യത. അപ്പോൾ അർത്ഥസത്യങ്ങളെ ഇപ്പോൾ സത്യങ്ങളായി അവതരിപ്പിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നമുക്ക് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങൾ മറന്നു പോകരുത് എന്ന് കൂടി അങ്ങനെയാണ് ഞാൻ അവർ ശക്തമായി ബിജെപി കൂടി വന്ന് ഇടപെട്ട ശേഷമൊക്കെയാണ് ഇടപെടലുകളൊക്കെ ചെയ്തത്. അനങ്ങാതിരുന്നു, വളർന്ന് വലുതാകാതിരുന്നു. ആ സമയത്തെ സർക്കാരോട് ഓർമ്മയില്ല കാലം. ശരി, ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് റവന്യൂ വകുപ്പ് ഇവരുടെ കയ്യിൽ നിന്ന് എപ്പോഴാണ് ടാക്സ് സ്വീകരിക്കാതായത്? കേസ് വന്നപ്പോഴല്ലേ? കേസ് കൊടുത്തത് ആരാ? വഖഫ് സംരക്ഷണ സമിതിയല്ലേ? ആ സംരക്ഷണ സമിതി എന്നൊരു പ്രത്യേക സംവിധാനമായിരുന്നു. എന്ത് ബന്ധം? അപ്പൊ ശരി, വഖഫ് സംരക്ഷണ സമിതി കേസിന് പോകുന്നതുവരെ ഈ ഭൂമിയുടെ ടാക്സ് ഇടത് സർക്കാർ എടുത്തിരുന്നു. കേസ് പോയതിനു ശേഷമല്ലേ സർക്കാർ അവിടെ നിസ്സഹായരായത്? അതിനുശേഷം സർക്കാരിന് എന്താ ചെയ്യാൻ പറ്റുക? വഖഫിന്റെ വിഷയത്തിൽ വഖഫ് ട്രിബ്യൂണൽ, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, സർക്കാർ അപ്പീൽ പോയി. ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇത് വഖഫ് ഭൂമിയല്ല എന്ന് ഡിവിഷൻ ബെഞ്ചിന് ഉത്തരവ് വന്നു. ആ പെട്ടെന്ന് അടുത്ത നിമിഷം വീണ്ടും ഇതേ വഖഫ് സംരക്ഷണം സുപ്രീം കോടതി പോയി. സർക്കാരിനെതിരെയാണ് അവർ സമരം ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ വിഷയം CPM ഉന്നയിച്ചു, കോൺഗ്രസ് ഉന്നയിച്ചു, BJP ഉന്നയിച്ചു. ആർക്കാണ് അവിടെ, ആരുടെ വാക്കുകളാണ് അവിടെ വിലമതിക്കപ്പെട്ടത്, ആർക്കാണ് അവിടെ വോട്ട് കിട്ടിയത്, ആരാണ് വിജയിച്ചത്? ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരാരെ വിശ്വസിക്കുന്നത് പ്രധാനമാണ്, ആരുടെ വാക്കാണ് വിശ്വസിക്കുന്നത് പ്രധാനമാണ്. ശ്രമം നടത്തിയത് ഈ പറയുന്ന വഖഫ് ബോർഡിലുള്ള CPM പ്രതിനിധികൾ പ്രശ്നം പരിഹരിച്ചല്ലോ. രാഷ്ട്രീയമായിട്ടാണ് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അതിനെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നതാണ്.